പുതിയൊരു വീട് പണിതെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഈ ഒരു വീഡിയോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിൽഡറെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ ഒരു വീഡിയോയിലൂടെ. തീർച്ചയായിട്ടും നല്ലൊരു ഉഗ്രൻ ഡീല് തന്നെയായിരിക്കും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എന്താണ്, ആരാണ് ബിൽഡർ എന്നൊക്കെ അറിയണ്ടേ? നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ? ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കില്ല, നമുക്ക് നേരെ പോവാം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ബിൽഡർ പിന്നലോ രാഹുൽ ചന്ദ്രബാബു പറഞ്ഞത്. അപ്പോ രാഹുലെ, നമ്മളുടെ ഈ വീടിനെ പറ്റി നിങ്ങൾ ഇതാട്ടോ വീട്. ഇപ്പം ബിൽഡറെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഈ വീടിനെ പറ്റി പറഞ്ഞില്ല അല്ലേ? നമുക്ക് ആദ്യം വീടിനെ പറ്റിയാണോ പറഞ്ഞത്, നിങ്ങളെ പറ്റി പറഞ്ഞോ? എന്തായാലും മതി, വീടിനെ പറ്റി പറഞ്ഞു. നമുക്കിത് സത്യം പറഞ്ഞാൽ എത്ര സെന്റിന്റെ വീടാണോ ഇത്? 1700 സ്ക്വയർ ഫീറ്റ്. 1700 സ്ക്വയർ ഫീറ്റ് വിത്ത് ഷോപ്പ്. ഫ്രണ്ടിൽ വരുന്ന ഈ ഫ്രണ്ടിൽ കാണുന്ന ഒരു ഷോപ്പാണ്. അത് കാര്യം ഓണറിന് വേറൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, അപ്പൊ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് അതുകൂടെ വേണം പറഞ്ഞായിരുന്നു. അതിനുശേഷം ഇത് ആക്ച്വലി എന്റെ ബാക്കിൽ കാണുന്ന ഒരു കാർ പോർച്ച്. ആ കാർ പോർച്ച് നമ്മുടെ ഇതിന് കണ്ടിന്യൂവേഷൻ ആയിട്ട് കൊടുത്തിരുന്നതാണ്. പിന്നാണ് ഈ കാർ പോർച്ച് ആക്ച്വലി ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ഡിസൈൻ ഒന്നുകൂടെ മോഡിഫൈ ചെയ്താണ് ആ ഒരു കാർ പോർച്ചിലേക്ക്. വേറെ കാര്യം പറഞ്ഞു, നമ്മൾ ഈ സ്ഥലം ഏതാണെന്ന് ആദ്യം പറഞ്ഞു. സ്ഥലം തെങ്ങണ എന്ന് പറഞ്ഞ സ്ഥലം. അതെ, ഓക്കെ. ഇനി ആദ്യം നമുക്ക് ഈ വീടിന്റെ കാര്യങ്ങളൊക്കെ കാണുന്നതിന് മുമ്പ് ഈ കസ്റ്റമർ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് വഴി കണ്ട് വന്നേക്കുന്ന കസ്റ്റമർ ആണല്ലേ? അങ്ങനല്ല എന്റെ ഉള്ളതല്ലേ? ഹലോ, ശരിക്കും. അപ്പൊ ഇത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾക്ക് ഇവിടെയും ഉണ്ട്, മസ്കറ്റിലും ഉണ്ട്. മാഡം ആറോപ്പില്ല, അത് റോയൽ ഒമാൻ പോലീസിൽ നഴ്സാണ്. മാഡം അവിടെ വെച്ചിട്ട് ഞങ്ങളുടെ അവിടുത്തെ ഓഫീസോട് ബന്ധപ്പെട്ട് വിളിച്ച് കറക്റ്റ് ഡീലായിരുന്നു. ഞങ്ങള് അത് വിളിച്ച കഥ ശരിക്കും മാഡം ഞങ്ങളെ പെട്ടെന്ന് ഒരു ദിവസം ഒരു കോൾ ചെയ്തു. യൂട്യൂബിൽ വീഡിയോ കണ്ടതാ, നിങ്ങളൊന്ന് വർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ വീഡിയോയിൽ കണ്ട് ഇഷ്ടപ്പെട്ടു. വർക്ക് ചെയ്യാൻ നേരിട്ടൊന്നും കണ്ടില്ല. ഇല്ല, നേരിട്ട് കണ്ടിട്ടില്ല. വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. അപ്പം മാഡം പറഞ്ഞ കോട്ടയമാണ്. അപ്പം നാട്ടില് സാറുണ്ട്, ആ പുള്ളിയായിട്ട് മീറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ പുള്ളിക്കാരി ആക്സിഡന്റലി പറഞ്ഞു മസ്കറ്റിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് 1 മണിക്കൂറിനുള്ളിൽ അവരെ ചെന്ന് കാണാൻ പറ്റി. അവര് വിചാരിച്ചത് ഞങ്ങൾ കോട്ടയത്തല്ല മസ്കറ്റിലാണ്. അല്ല, ഇത് ശരിക്കും ഞങ്ങളിപ്പോ അവിടെ തുടങ്ങിയിട്ട് 2 വർഷമായി. മസ്കറ്റിൽ തുടങ്ങിയിട്ട്. മസ്കറ്റിൽ അത്യാവശ്യം നല്ല ഒരുവിധമുള്ള ബ്രാൻഡ് കമ്പനികളുടെ ലൈലൻഡ്, ജാഗൂർ അങ്ങനെയുള്ള കുറച്ച് വണ്ടികളുടെ ഷോറൂമുകളുടെ എല്ലാം പ്രൊജക്ടുകൾ ഞങ്ങൾ നിലവിൽ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് അവിടുത്തെ നാട്ടുകാരുടെ മാനീസിന്റെ കുറച്ച് വർക്കുകൾ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്നുണ്ട്. തെറ്റില്ല, അവിടെ ചെന്നപ്പോ അവിടെ കിട്ടിയ കസ്റ്റമർ ആണ്. അതെ, തീർച്ചയായിട്ടും. നമുക്ക് എന്തിനകത്തോട് കയറിയാലോ? നമുക്ക് മുറ്റം തൊട്ട് തുടങ്ങാം. ഇതെല്ലാം നമ്മുടെ വർക്കിൽ പെടുന്നത്. ഇതെല്ലാം നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. കാര്യം ഇത് മാഡത്തിന് പോകേണ്ട ദിവസം അടുത്തത് കൊണ്ട് പെട്ടെന്നൊരു പാലുകാച്ചൽ നടത്തിയാണ്. ഇനി ഇതിനകത്ത് ഗ്രാസ് ഒക്കെ ചെയ്യാനുണ്ട്. അത് മാത്രമേ ഉള്ളൂ, ബാലൻസ് എല്ലാം ബാക്കിയെല്ലാം കംപ്ലീറ്റ് ആണ്. അപ്പോ ഇത് സത്യം പറഞ്ഞാൽ എത്ര സെന്റിനകത്തായിട്ടാ? ഇത് ഒരു 12 സെന്റാണ്. 12 സെന്റ്. എടാ മക്കളെ, ഞാൻ ഇവിടെ വന്നപ്പോഴേ ഒരു കാര്യം നിങ്ങളെ കാണിക്കതേ, അത് കണ്ടു നോക്കി. ഇവരുടെ ഒരു പോസ്റ്റർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം റീലിനകത്തതാ ഈ ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഓഫറിനെ പറ്റി. പിന്നലോ ബിൽഡേഴ്സ് തായ്ലൻഡിലേക്ക് ട്രിപ്പ് കൊടുക്കുന്നു. ഇവിടെ നിങ്ങളുടെ വീട് നിങ്ങൾ കൺസ്ട്രക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തായ്ലൻഡ് ട്രിപ്പ്. അതിനകത്ത് പൊതുവേ ഞങ്ങൾ ഈ തായ്ലൻഡ് ട്രിപ്പ് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ട്രിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് കസ്റ്റമർക്ക് പൊതുവേ ഒരു വിചാരമുണ്ട്, നമ്മൾ ഈ പ്രൊജക്ടിന്റെ റേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വാളിറ്റി. കഴിഞ്ഞ വീഡിയോയിലെ കമന്റ് ഉണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ കണക്ക് എന്താ പറയുന്ന, നമ്മൾ ചെയ്യുന്ന പ്രൊജക്ടുകളിൽ മെറ്റീരിയലിന്റെ ക്വാളിറ്റി കുറച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള വലിയ വലിയ ഓഫറുകൾ കൊടുക്കുന്നു. ഒന്നുമല്ല, ആക്ച്വലി ഇത് ഞങ്ങൾക്ക് ചിലപ്പോൾ നമ്മളിപ്പം സിമന്റ് എടുക്കുന്നവരോ കമ്പി എടുക്കുന്ന ഇപ്പം സ്റ്റീലിന്റെ കാര്യങ്ങളോ അങ്ങനെയൊക്കെ വരുന്ന പല പല ഓഫേഴ്സ് എനിക്ക് കിട്ടാറുണ്ട്. കിട്ടുന്ന ഓഫർ ഞാൻ അങ്ങനെ എനിക്ക് കാര്യം ഞാൻ ഇവിടെയും നാട്ടിലും മസ്കറ്റിലോട്ടാണ് നിൽക്കുന്നത്. അപ്പൊ എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് വേറെ ട്രിപ്പിനൊന്നും സമയം കിട്ടാറില്ല. അപ്പൊ ഈ സാധനങ്ങളെല്ലാം നേരെ ഈ ഫണ്ടുകളെല്ലാം നമ്മൾ എടുക്കുക, നേരെ കസ്റ്റമർ കൊടുക്കുക എന്നുള്ളത്. അതങ്ങനെ ഇവിടെ ഇപ്പം എല്ലാരും കണ്ടൊരു കാര്യമാണ്. കാര്യം ഞങ്ങൾ ഇവിടെ അൾട്രാടെക്കിന്റെ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് റെഡിമിക്സ് പമ്പ് ചെയ്തതാണ്. അത് പറയുമ്പോഴാണ് നമ്മള് ഇങ്ങനൊരു വീട് പണിതെടുക്കുന്ന സമയത്ത് ഏറ്റവും വലുതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ കോൺക്രീറ്റ് അല്ലെ? സത്യം പറഞ്ഞാൽ നിങ്ങൾ കോൺക്രീറ്റിന് ഉപയോഗിക്കുന്ന റെഡിമിക്സ് കയറുന്ന സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ 100% റെഡിമിക്സ് തന്നെ കൊടുക്കും. അൾട്രാടെക് സത്യം പറഞ്ഞാൽ നിങ്ങളിപ്പോ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം സംശയം ഉണ്ടാവും. ഈ റെഡിമിക്സുകളൊക്കെ സത്യം പറഞ്ഞത് എവിടെ നിന്ന് എടുക്കുന്നത്? റെഡിമിക്സ് പ്ലാന്റുകളുണ്ട്. അൾട്രാടെക് കമ്പനി നടത്തുന്നത്. ഡയറക്റ്റ് ഇത് നേരിട്ട് കമ്പനി എന്നുള്ള അൾട്രാടെക്കിന്റെ ബ്രാൻഡിങ്ങോടുകൂടി വന്ന വണ്ടികളാണ്.
ആ സാധനം വന്നിട്ടാണ് ഇത് ചെയ്തത്, പമ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിന് വാറന്റിയോ അല്ലെങ്കിൽ അങ്ങനെ വാറന്റി നമ്മൾ ചെയ്യുന്ന അല്ല, അൾട്രാടെക്കിന്റെ വാറന്റി ഉണ്ട്, അവരുണ്ട്. അൾട്രാടെക്കിന്റെ കമ്പനി വാറന്റി ഉണ്ട്. അതായത് വരുന്നത് മൊത്തം നമ്മുടെ സ്റ്റാഫുകൾ ഒരു 10%, 90% അവരുടെ സ്റ്റാഫുകളായിരിക്കും കോൺക്രീറ്റ് ഡേയിൽ അവരുടെ അൾട്രാടെക്കിന്റെ സ്റ്റാഫുകളാണ് ചെയ്യുന്നത്. ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ലേബേഴ്സ്, സൂപ്പർവൈസേഴ്സ് എല്ലാം അവരുടെയാണ്. ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ള സൂപ്പർവൈസനും എഞ്ചിനീയേഴ്സും എല്ലാവരും കാണും. ഞാൻ നാട്ടിലുണ്ട്, ഞാൻ സ്ഥലത്തുണ്ടെന്നുണ്ടെങ്കിൽ ഞാനും കാണും. അടിപൊളി. ബാക്കിയെല്ലാം 2 നിലകളിലും കംപ്ലീറ്റ്. ഇതിനകത്ത് 2 നില കോൺക്രീറ്റ് എവിടെയൊക്കെ വീണിരിക്കുന്നു അവിടെ കംപ്ലീറ്റ് ഫുൾ അൾട്രാടെക് ആണ്. അടിപൊളി. ഇതിപ്പോ 3 ഫ്ലോർ ആയിട്ട് ചെയ്യുന്നത്. ഇതൊരു ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഇത് സെപ്പറേറ്റ് ഫ്ലോർ ആയിരുന്നു. ഏതാ ഈ ഒരു സാധനം? അതായത് ഇത് ഗ്രൗണ്ട് ഫ്ലോറിന്റെ ലെവലാണ്, റൂഫാണ്. ഇത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിന്റെ റൂഫ് സെപ്പറേറ്റ് ആണ്. അതിനുപോലും ഞങ്ങള് അൾട്രാടെക് തന്നെ എടുത്തേക്കാണ്. സത്യം പറഞ്ഞൊരു കണ്ടംപററി ബോക്സി ഡിസൈൻ ആണ്. ഓക്കെ. കസ്റ്റമർ റിക്വയർമെന്റ് ആണോ ഈ ഒരു ബോക്സി ഡിസൈൻ? അല്ലല്ല, കസ്റ്റമർ ഇങ്ങനെ പറഞ്ഞിരുന്നു വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് വേണം, ഡിസൈൻ വേണം, ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇതിന് 3D മറ്റു സാധനങ്ങളൊക്കെ എല്ലാം കൊടുത്തു. പുള്ളിക്കാരിക്ക് നേരിട്ട് തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എനിക്കത് ഇത്ര സ്ഥലം ഉണ്ടായതുകൊണ്ടാണ് ഇതിന് കാണാൻ ഫ്രണ്ടിൽ നിന്ന് കയറി വരുമ്പോ കാണാൻ. റോഡ് സൈഡും കൂടെ ആണല്ലോ, ആ റോഡിൽ നിന്നുള്ള റോഡ് പ്രസൻസ് നല്ലതാ അല്ലെ? എനിക്ക് നന്നായിട്ട് തോന്നി ആ റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ. എനിക്ക് നമ്മുടെ ഗാർഡന്റെ വർക്കുകൾ തീരാനുണ്ട്, കുറച്ചുണ്ട്. ഗാർഡൻ ലേയിങ് വർക്കുകളുണ്ട്. ഗാർഡൻ ഈ കിണറിന്റെ ഡിസൈൻ കൊള്ളാലോ, സിമ്പിൾ ഡിസൈൻ. സാധാരണ കിണർ വൃത്തത്തിലല്ലോ. കിണർ നേരത്തെ ഉണ്ടായിരുന്ന കിണറാ, അത് കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ അതിന്റെ ആ ടോപ്പ് കംപ്ലീറ്റ് ഡിമോളിഷ് ചെയ്തിട്ട് ഞങ്ങളായിട്ട് ചെയ്ത ഈ സ്ക്വയറിൽ ചെയ്ത. വീടിന്റെ തീം അങ്ങനെ ആയതുകൊണ്ട് വീടും ഒരു ബോക്സി സ്ക്വയർ തീം ആയതുകൊണ്ട് കിണർ ഇരിക്കട്ടെ സ്ക്വയർ അല്ലേ? എന്തായാലും കൊള്ളാം ഫ്രണ്ട്. ഇനി സത്യം പറഞ്ഞ ഇവിടെ ടെക്സ്ചർ വർക്ക് ഒന്നും ചെയ്തിട്ടില്ല, ടെക്സ്ചർ വർക്കുകൾ, പെയിന്റിംഗ് വർക്കുകൾ ഒന്നുമില്ല. ആകെ ഞങ്ങൾ ക്ലാഡിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ആ ടോപ്പിലെ പ്ലാങ്ക്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ, വെട്ടിഫൈഡ് പ്ലാങ്ക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. വേറെ ഒരു തരത്തിലുള്ള അങ്ങനെയുള്ള കാര്യങ്ങളും ഇല്ല. പിന്നെ ടോപ്പ് സിറ്റ് ഔട്ട് നോക്കണേ നാനോ ആയി കൊടുത്തിരിക്കുന്നത്. ഏതാ? അത് ഈ മാറ്റ് ട്രീയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നാനോ ഉപയോഗിച്ചിട്ടുണ്ട്, ടൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ബോഡി നാനോ ആണ് കൊടുത്തത്, ഫുൾ ബോഡി നാനോ. ഈ പടികൾ മാത്രമല്ല കൊടുത്തിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഈ ഭാഗങ്ങളെല്ലാം ടെക്സ്ചറുള്ള വീടുകളെല്ലാം ടെക്സ്ചർ ചെയ്യുമ്പോഴേ നമ്മുടെ ഈ റോഡ് സൈഡൊക്കെ ആകുമ്പോഴത്തേക്കും ഈ ഡസ്റ്റ് ഒരുപാട് ഭയങ്കരമായിട്ട് പൊടി കയറും. പിന്നെ ഈ ക്ലാഡിങ് ഒരുപാട് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് 2 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞ് വീടിന്റെ പെയിന്റ് ഒന്ന് മാറ്റണം. നമ്മൾ വീട് എത്ര കിടന്ന് പെയിന്റ് അടിച്ചാലും ഈ ക്ലാഡിങ് ഒട്ടിച്ചിരിക്കുന്ന ഭാഗം അങ്ങനെ തന്നെ 5 വർഷമായാലും 10 വർഷമായാലും അത് അങ്ങനെ തന്നെ നിൽക്കത്തുള്ളൂ. അത് മാറ്റാം. ഇടയിലൊക്കെ നല്ല ബുച്ചിങ് സ്റ്റോൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ക്ലാഡിങ്ങിന് അങ്ങനെ പറഞ്ഞല്ല, ഞാൻ എന്റെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞാണ്. ഇപ്പം ക്ലാഡിങ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ എന്റെ ഒരു കോൺസെപ്റ്റില് ഞാൻ എന്റെ വർക്കുകളിൽ ക്ലാഡിങ് ഏതാണെങ്കിൽ സ്റ്റോൺ വർക്ക്, ആ ക്ലാഡിങ് വർക്ക് ഇട്ടതിന് ശേഷം എനിക്ക് മറ്റേ സാധനം അടിച്ചു കഴിഞ്ഞാൽ ക്ലിയർ കോട്ടൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാള് നിൽക്കും. അത് ഇപ്പോഴും നമ്മുടെ ഈ കേരളത്തിൽ അടിക്കുന്ന വെയിലില് ഈ സാധനങ്ങളെല്ലാം പൊളിച്ചിളങ്ങി പോകും. എന്ത് സാധനം രക്ഷയില്ല. അത് ശരിയാ. നീ ഈ കാർ പോർച്ചിന്റെ ഇവിടെ ഇനി വർക്ക് ഇന്റർലോക്ക് വരാനുണ്ട്, കാർ പോർച്ചിൽ ലോക്ക് വരാനുണ്ട്. നമ്മളാണോ ചെയ്യുന്നത്? അല്ല, അത് കസ്റ്റമർ തന്നെ വേറെ. അപ്പൊ നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്തുള്ള. ഇതിപ്പോ പറഞ്ഞാൽ ഇപ്പൊ കസ്റ്റമറുടെ റിക്വയർമെന്റ് തന്നെ. ഇപ്പൊ നമുക്കൊരു ഫ്യൂഷൻ ടൈപ്പ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ഒരു നോർമൽ ഒരു പ്ലാൻ തന്നെയാണ്, ഒരു 3 BHK ഉള്ള ഒരു നോർമൽ പ്ലാൻ തന്നെയാണ്. അത്യാവശ്യം ഇതിന്റെ കുറച്ച് പണി നടന്നുകൊണ്ടിരിക്കുന്ന ഫോട്ടോസ് വല്ലതും ഉണ്ടോ? ഫോട്ടോസ് ഉണ്ട്. എനിക്കും തരാമോ? ഞാൻ വീഡിയോയ്ക്കകത്ത് തീർച്ചയായിട്ടും അൾട്രാടെക്കിന്റെ റെഡിമിക്സ് പമ്പ് ചെയ്യുന്നതിന്റെ വീഡിയോ അടക്കം കിടപ്പുണ്ട്. അപ്പൊ ആ വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താലോ. ഇവിടെ ഇത് എന്താ സിമെന്റ് ബ്രിക്സ് ആണോ? എന്താ സിമെന്റ് ബ്രിക്ക്? ഇപ്പൊ മറ്റേ എംബ്രിക്ക് ഞങ്ങളിപ്പോ ഒരു 4-5 പ്രോജക്ട് നടക്കുന്നുണ്ട്. ആലുവയിൽ അടക്കം നടക്കുന്ന പ്രോജക്റ്റില് എംബ്രിക്ക യൂസ് ചെയ്തിരിക്കുന്ന. ആ സാധനത്തിന് ഇപ്പൊ നല്ല രീതിയിൽ നല്ല ചൂട് ഭയങ്കര കുറവാണ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ അതിന്റെ ഒരു എക്സ്പെരിമെന്റൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. എക്സ്പെരിമെന്റൽ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചൂട് നന്നായി കുറവാണ്. ആരും ചൂട് വെച്ചിട്ട് അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളൊരു സാധനം ചെയ്ത് ഞാൻ തന്നെ കാണിക്കാം. നമുക്ക് എന്തായാലും അകത്തോട്ട് കയറിയാലോ? രാവിലെ തടികൾ എന്താ ഇവിടെ ഉപയോഗിച്ചേക്കുന്നത്? തടികള് ഫ്രണ്ട് കട്ടള, കതക് വന്നിട്ട് ഡോറ് വന്നിട്ട് തേക്ക് തന്നെയാണ്. കട്ടള ഏതാ? തേക്ക് തന്നെയാണ്. എല്ലാം തേക്കാം. ഇതിനകത്ത് ഞങ്ങള് തടിയാണ് തരുന്നതെന്നുണ്ടെങ്കിൽ അതിലൊന്നും ഒരിക്കലും എപ്പോ പ്രൈമർ അടിക്കുകയോ അല്ലെങ്കിൽ സീലർ അടിച്ചിട്ട് കൊണ്ടുവരുന്ന അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല. നേരെ ഞങ്ങളുടെ വർക്ക്ഷോപ്പിൽ നിന്ന് സൈറ്റ് വരുന്നു, കസ്റ്റമർ കണ്ട് ഓക്കെ ആയതിനു ശേഷം മാത്രം സീലറോ കാര്യങ്ങളോ ചെയ്യത്തുള്ളൂ. ഇതിനകത്തൊന്നും ഒട്ടും വെള്ള പെട്ടെന്ന് പോകുന്ന സംഗതിയാണ് തേക്കിന്റെ നല്ല ഏത് മരത്തിന്റെ ആണെങ്കിലും ഒന്നും പോയിട്ടില്ല. ഈ ഗ്രെയിൻസ് അതൊക്കെ
കറക്റ്റ് കസ്റ്റമർ കണ്ട് വെരിഫൈ ചെയ്ത് തീർച്ചയായിട്ടും നമ്മുടെ എല്ലായിടത്തും ഈ തടികളുടെ ഒക്കെ പണികളൊക്കെ വരുമ്പോൾ ഭയങ്കരമായിട്ട് ഉടായി പണി. ഈ ബിൽഡേഴ്സിന്റെ ഇടയ്ക്ക് എല്ലാരും അങ്ങനെയല്ല. ഇല്ല, നമ്മളെ ശ്രദ്ധിക്കേണ്ട കാര്യം തടി. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം പൊതുവേ ഇപ്പം പുറത്ത് നിൽക്കുന്ന ഒരാള് ബിൽഡർ എപ്പോഴും സിമന്റ് കുറയ്ക്കും, അല്ലെങ്കിൽ കമ്പിയിൽ കുറയ്ക്കും, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കുറയ്ക്കുമെന്നോ ഞാൻ ചോദിച്ചത്. ഇതേ കണക്കൊരു വീട് വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഞാനോ അല്ലെ പുറത്തൊരു ഒരു കോൺട്രാക്ടറോ ആയിക്കോട്ടെ, ഒരു ബിൽഡർ ചെയ്യാൻ നേരത്ത് എത്ര സിമന്റ് കുറയ്ക്കാൻ പറ്റും? ഒരുപാടൊന്നും കുറയ്ക്കാൻ പറ്റില്ല. ഒരു 50 പാക്കറ്റ് കുറയ്ക്കാൻ പറ്റും. ഒരു 50 പാക്കറ്റ്സ് കുറച്ചാൽ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂവിന് ഒരു 20,000 റുപ്പീസ്, 20,000 രൂപ. ആ 20,000 രൂപയ്ക്ക് നമ്മൾ കിട്ടാൻ പോണ പേരുദോഷം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആ ഗുഡ് വില്ല് മൊത്തവും പോകും. 57 വീടൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ശരിക്കും വീട് മാത്രമല്ല, ഞങ്ങള് ഫുൾ പ്രൊജക്ട് കൂട്ടുവാണെന്നുണ്ടെങ്കിൽ 100 and above ഉണ്ട്. കാര്യം ഇന്റീരിയറും അങ്ങനെയുള്ള എല്ലാ സൈറ്റുകളും കൂട്ടുവാണെന്ന് ഞങ്ങൾ ഇന്റീരിയർ മാത്രമായിട്ടും ചെയ്യാറുണ്ട്. കൺസ്ട്രക്ഷൻ മാത്രമല്ല, ഇന്റീരിയറിന്റെ ഫാക്ടറി ഉണ്ട്, കംപ്ലീറ്റ് ഞങ്ങൾക്കുണ്ട്. അപ്പൊ അത് ചെയ്യാറുണ്ട്. കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. ഇതിനകത്ത് ഇന്റീരിയർ ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ? ഇന്റീരിയർ ചെയ്തിട്ടുണ്ട്. ലിവിംഗ് സ്പേസ്, സിമ്പിൾ ഇന്റീരിയർ അല്ലേ? അതെ. ഒരു ഭീകര കാര്യം നമുക്കില്ല. അത് കാര്യം ഒന്നാമത്തെ കാര്യം മാഡവും സാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബഡ്ജറ്റിൽ അവരൊരു ബഡ്ജറ്റ് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ആ ബഡ്ജറ്റിനനുസരിച്ച് വരച്ച പ്ലാനാണ്. ആ ബഡ്ജറ്റിനകത്ത് നിൽക്കണം. അതെ, അത് അവരൊരു കട്ട് ഓഫ് തന്നിട്ടുണ്ടായിരുന്നു. ആ കട്ട് ഓഫിൽ വെച്ചിട്ട് വരച്ച പ്ലാനാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു ഫുൾ ഫ്രീഡം ഞങ്ങൾക്ക് ഇതിനകത്തില്ല, കിട്ടിയിട്ടില്ല. അതിപ്പോ കസ്റ്റമറോട് ചോദിച്ചാൽ അപ്പൊ നമുക്ക് ഇഷ്ടമാണ് നമ്മുടെ വീടിന്റെ ഇന്റീരിയർ എങ്ങനെയായിരിക്കണം, അതിനകത്ത് എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിക്കണം, അത് ഏത് ഡിസൈൻ വേണം, 3D ഒക്കെ കംപ്ലീറ്റ്. അതായത് നമുക്കിപ്പം ഫസ്റ്റ് ഡ്രോയിങ് തൊട്ട് ലാസ്റ്റ് കംപ്ലീഷൻ വരെയും ഇന്റീരിയറിന്റെ 3D അതിന്റെ കാര്യങ്ങളെല്ലാം. പിന്നെ 3D ചെയ്തല്ലോ ഉണ്ടോ? ഇതിനെ 3D ചെയ്തോണ്ട് അതുകൂടെ തന്നു കഴിഞ്ഞാൽ കാണിക്കാം. തീർച്ചയായിട്ടും. അപ്പൊ 3D നിങ്ങൾ പറഞ്ഞിട്ട് എന്താണ് ആക്ച്വൽ എന്നുള്ള സാധനം അല്ല കറക്റ്റ് ആയി തരാം, കാണാമല്ലോ. അപ്പൊ അതുകൂടെ നമുക്ക് വീഡിയോയ്ക്ക് അത് കാണിക്കാം. അപ്പോ ഇതൊക്കെ എന്താണോ മെറ്റീരിയൽസ് യൂസ് ചെയ്തേക്കുന്നത്? ഇതെല്ലാം സെഞ്ചുറിയുടെ HMR യൂസ് ചെയ്തത്. സെഞ്ചുറിയുടെ HMR. സെഞ്ചുറി ഞങ്ങൾ HMR എടുക്കുന്ന സെഞ്ചുറി മാത്രമേ എടുക്കത്തുള്ളൂ. പിന്നെ ആക്ഷൻ ടെസ്സ, അത് രണ്ടുമാണ് ഞങ്ങൾ കൂടുതലും എടുക്കുന്നത്. പ്ലൈവുഡ്സ് എടുക്കുന്നത് കംപ്ലീറ്റ് സെഞ്ചുറിയുടെ ക്ലബ്ബാണ് എടുക്കുന്നത്. കിച്ചൺ യൂണിറ്റ്സ് എല്ലാം അത് തന്നെ ചെയ്യത്തുള്ളൂ. അതിനൊക്കെ തന്നെ ആക്സസറീസ് വരുന്നത് കംപ്ലീറ്റ് എപ്കോ തൊട്ട് സ്റ്റാർട്ടിങ്, എപ്കോ, എറ്റിച്ച്, ഹാഫ്ലി. സത്യം പറഞ്ഞാൽ ഇതിന്റെ നമ്മൾ ഈ എഗ്രിമെന്റ് എഴുതൂല്ലേ? അപ്പൊ നമ്മളിപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇപ്പോൾ ആളുടെ വീട് പണിയണം, വീട് പണിയുമ്പോൾ നിങ്ങളെ പിന്നലോയെ വിളിക്കുന്നു, പിന്നലോയെ വിളിക്കുന്ന സമയം നിങ്ങൾ മുമ്പ് എഗ്രിമെന്റ് എഴുതുമ്പോൾ ഈ ചെറിയ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അതായത് ഞങ്ങൾ കൊടുക്കുന്നത് എഗ്രിമെന്റിന് മുമ്പ് ആദ്യം സ്പെസിഫിക്കേഷൻ നോട്ട് കൊടുക്കും. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങളുടെ പാക്കേജസ് പറയും. അതിൽ കസ്റ്റമർ ഓക്കെ ആണ്. ഇപ്പം ചേട്ടൻ്റെ ഇതിൽ വിളിക്കുന്ന അല്ല പുറത്തുനിന്ന് വിളിക്കുന്നതാണെങ്കിലും എല്ലാവർക്കും ഒരേ കണക്ക് തന്നെയാണ്. അല്ല വീഡിയോ കണ്ടു അങ്ങനെയില്ല, എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. കാര്യം ഞങ്ങളുടെ കയ്യിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റ് തൊട്ട് നിലവിൽ 4000 സ്ക്വയർ ഫീറ്റ് വരെ ഉള്ള പ്രൊജക്റ്റുകൾ ഓൾ ഓവർ കേരള ഉണ്ട്, നമുക്കുണ്ട്. അപ്പം ഇതിനകത്ത് ഒരു സ്പെസിഫിക്കേഷൻ നോട്ടുണ്ട്. അപ്പം തരുന്ന ഏത് കസ്റ്റമറാണ് വരുന്നതെങ്കിലും അവരുടെ ഒരു ഐഡന്റിറ്റിയിൽ ഞങ്ങളുടെ സിസ്റ്റം ത്രൂ ഒരു ID ക്രിയേറ്റ് ചെയ്ത് അതിനകത്ത് ഒരു സ്പെസിഫിക്കേഷൻ നോട്ടുണ്ടാകും. അത് അവർക്ക് കൊടുക്കും. അതിനകത്ത് കംപ്ലീറ്റ് എന്താ പറയുക, നമ്മൾ ഉപയോഗിക്കുന്ന സിമെന്റ്, സ്റ്റീല്, ഇലക്ട്രിഫിക്കേഷൻ, ഏത് മെറ്റീരിയൽ, ടൈൽസ്, വുഡ്, എല്ലാ കാര്യങ്ങളും കാണും. എല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ആയിരിക്കും. ഇതിനകത്തുനിന്ന് വരുന്ന കസ്റ്റമർക്ക് ഇപ്പം നമ്മൾ പറഞ്ഞൊരു സാധനം കൊണ്ടുപോകുന്നില്ല, വേറെ സാധനം അവർ ആ ലോഡ് സൈറ്റിൽ ഇറക്കണ്ട. ഇറക്കണ്ട. കാര്യം പുറത്തുനിന്നുള്ള വണ്ടികളല്ല ഓടുന്നത്, കംപ്ലീറ്റ് ഞങ്ങളുടെ ലോജിസ്റ്റിക്സും കാര്യങ്ങളും എല്ലാം ഞങ്ങളുടെ തന്നെയാണ്. അതൊന്നും പുറത്തുനിന്നല്ലാതുകൊണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ റേറ്റ് കൊടുക്കാൻ പറ്റുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ പുറത്തുനിന്ന് നമ്മളൊരു പുറത്തുനിന്നൊരു ടിപ്പർ നമ്മൾ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിനിമം അവർക്കൊരു 2,500 3,000 റുപ്പീസ് അവർക്ക് റെന്റ് കൊടുക്കണം. ഞങ്ങളുടെ വണ്ടിയാണെങ്കിൽ ഞങ്ങൾക്ക് അതിനാവശ്യമില്ല. 10 ലിറ്റർ ഡീസൽ അടിച്ചാൽ മതി. ഈ 10 ലിറ്റർ ഡീസലിന് 1000 രൂപ ചെലവ് വരുന്നു. ഡ്രൈവർക്കെല്ലാം മന്ത്ലി സാലറിയാണ്. അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. അവർക്കിപ്പം ഒരു ദിവസം ഓടിയാലും ഓടിയില്ലെങ്കിലും ഞങ്ങൾ ശമ്പളം കൊടുക്കണം. ഒരു ദിവസം 1 മണിക്കൂർ ഓടിയാലും ഒരു ദിവസം 10 മണിക്കൂർ ഓടിയാലും അതേ ശമ്പളം കൊടുക്കണം. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പ്രൈസിൽ ഒരിക്കലും മെറ്റീരിയലിനകത്ത് ഇനി എന്ത് സംഭവിച്ചാലും, ഇനി എനിക്ക് നഷ്ടം വന്നാലും ശരി, മെറ്റീരിയലിനകത്ത് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യില്ല, ഒരു പരിപാടിയും ചെയ്തില്ല. തീർച്ചയായിട്ടും. അപ്പൊ എവിടൊക്കെയാണ് ഇവർ ലാഭം പിടിക്കുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ വാഹനങ്ങൾ, ഇവരുടെ ലോജിസ്റ്റിക്സ് കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ അത് വലിയ പാടാട്ടോ. ഏറ്റവും വലിയ മണ്ണടിക്കുമ്പോഴായാലും ഇനി അതല്ല സാധനങ്ങൾ കയറ്റി
ഒരു ചെറിയൊരു സാധനം കയറ്റി ഇറക്കാൻ ഒരു വണ്ടി വിളിച്ചു കഴിഞ്ഞാൽ നല്ല കാശാണ്. 5,000-6,000 ഒക്കെ മേടിക്കുന്നുണ്ട്. നല്ല റേറ്റാണ്. നമ്മൾ ചെറിയ എന്തെങ്കിലും സാധനമായിരിക്കും, ഒരു 10 ഏക്കർ സിമെന്റ് പെട്ടെന്ന് എടുക്കണം, ഒരു എയ്സ് വിളിച്ചു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ എന്തോ ഒരു ആവശ്യത്തിന് വീട്ടില് ഒരു ഇതിനു വേണ്ടി എയ്സ് വിളിച്ചു, കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോ സാധനം മാറി, വീട് മാറിയ സമയത്ത് എന്റെ പൊന്നു എന്ത് റേറ്റാ, ഒരു രക്ഷയില്ലാത്ത റേറ്റാണ്, അത്യാവശ്യം റേറ്റ്. അപ്പൊ അത് ഭയങ്കരമായ കാര്യം. സിമെന്റ് എല്ലാം ചേട്ടാ ഞങ്ങളൊരു 50 ബാഗ് 100 ബാഗ് വെച്ചല്ല എടുക്കുന്നത്. ഞങ്ങൾ എടുക്കുന്ന ഒരു ടോറസ് ഫുള്ളായിട്ട് എടുത്ത് ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത് അവിടെ സൈറ്റുകളിലേക്ക് കൺവേർട്ട് ചെയ്യാം. അല്ലാതെ നിങ്ങൾ പോയി ഇപ്പം ഒരു സൈറ്റ് കിടക്കുന്നു, അതിന്റെ തൊട്ടടുത്തുള്ള ഷോപ്പ് ഏതാണോ അവിടെ നിന്ന് എടുക്കുന്ന പരിപാടി. അതായത് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഇപ്പൊ ഇടുക്കിയിൽ ഉപ്പുതറയിൽ ഞങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ഇടുക്കിയിൽ ശരിക്കും പറഞ്ഞാൽ സ്റ്റീലും സിമെന്റും നമ്മുടെ പ്ലംബിംഗ് ഐറ്റംസും കംപ്ലീറ്റ് സാധനം, കല്ലൊഴികെ, കല്ലും അതായത് അതിനകത്ത് യൂസ് ചെയ്ത ബ്രിക്ക്, എംസാൻഡ്, മെറ്റൽ ഒഴികെ ബാക്കി കംപ്ലീറ്റ് സാധനങ്ങളും പോയത് നമ്മുടെ കൊല്ലത്തുനിന്ന്, ഇടുക്കിയിലേക്ക് പോയത് കൊല്ലത്തുനിന്ന്. എന്നിട്ടും ഞങ്ങൾക്ക് നഷ്ടം വന്നില്ല. അടിപൊളി. അപ്പൊ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ നോക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ എങ്ങനെയുള്ള ബിൽഡേഴ്സിനെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഇനി ഫർണിച്ചേഴ്സ് ഇല്ലേ? നമ്മൾ മറ്റൊരു വീഡിയോ ഉണ്ട്, ഫുൾ ഫർണിച്ചർ, അത് അടക്കം ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റും ഉണ്ട്. നോർമൽ ഒരു വീടിന് ഇപ്പൊ നമ്മൾ പണിയുമ്പോൾ ഇന്റീരിയർ വെച്ചൊരു സ്ക്വയർ ഫീറ്റ് റേറ്റ്, പിന്നെ ഈ കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന്റെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ്, അതിനൊരു സ്ക്വയർ ഫീറ്റ്. ഇതിനകത്ത് വരുന്നൊരു കുഴപ്പമൊന്നും അറിയാവോ? ഈ ഒരു കൺസ്ട്രക്ഷൻ വരുമ്പോഴത്തേക്ക് പല ആൾക്കാരുടെ ഒരു ചിന്താഗതിയുണ്ട്, സ്വന്തമായിട്ട് ചെയ്താൽ നമുക്ക് കുറെ കോസ്റ്റ് പിടിക്കാൻ പറ്റും എന്നൊരു ചിന്താഗതി പല കസ്റ്റമേഴ്സിനും ഉണ്ട്. പലരും ഞങ്ങൾ വിളിക്കുന്നവർ പറയാറുണ്ട്, നിങ്ങൾ ഇത്ര സെക്ഷൻ ചെയ്താൽ മതി, അടുത്ത സെക്ഷൻ പിന്നെ വേറെ ആൾക്കാർ കൊടുക്കുക, അല്ലെങ്കിൽ ഞങ്ങളിൽ അടുത്ത സെക്കൻഡ് കൊട്ടേഷൻ ആയിട്ട് എടുക്കാം. സ്വന്തമായിട്ട് ചെയ്താൽ ഒരിക്കലും ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടുന്ന റേറ്റിന് ഒരിക്കലും മെറ്റീരിയൽ ഡയറക്റ്റ് കസ്റ്റമർ കിട്ടത്തില്ല. അപ്പൊ ഞങ്ങളുടെ ഒരു ഐഡന്റിറ്റി, ഞങ്ങളുടെ ഒരു കാർഡ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു വെബ്സൈറ്റ് വന്ന് ഇവിടെ അടുത്തൊരു ഷോപ്പിൽ കൊടുത്താലും അവർക്കറിയാം ഞങ്ങളൊരു ബിൽഡറാണ്. ഇൻ ഫ്യൂച്ചർ ഇവിടെ ഏതെങ്കിലും അടുത്തൊരു പ്രോജക്റ്റ് വന്നാൽ അവരെ നമ്മൾ സമീപിക്കും. അപ്പൊ ആ ഒരു പ്രൈസിങ്ങിൽ നമുക്ക് മെറ്റീരിയൽ അവർ തരും. പക്ഷെ ഒരു ഇൻഡിപെൻഡന്റ് കസ്റ്റമർക്ക് അത് കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. രണ്ടാമത്തെ കാര്യം, ഈ ഇപ്പം ഫേർണിച്ചർ, ഇപ്പം ഞങ്ങള് ടീക്കിന്റെ എല്ലാ ഫേർണിച്ചേഴ്സും ഞങ്ങൾ 15 വർഷം റീപ്ലേസ്മെന്റ് ഞങ്ങൾ കൊടുക്കുന്നു പാക്കേജിൽ. ഇതിനകത്ത് പലരുടെയും വിചാരം എന്തുവാ, ഇതെല്ലാം പോളിഷ് ചെയ്ത് അവരുടെ മുമ്പ് അങ്ങനെ കൊണ്ടുവന്ന് നേരെ ഇടത്തില്ല. പക്ഷെ അങ്ങനെയല്ല, കസ്റ്റമർ പറയാണ് ഞങ്ങൾക്ക് അത് പോളിഷ് ചെയ്യാണ്ട് കാണണം, അതായത് ഇതിനകത്ത് ഒന്നും ചെയ്യാതെ ഈ ഒരു ഫർണിച്ചർ കാണണം, ഈ സംഗതി പോളിഷ് ചെയ്യാണ്ട് പണിത് ഞങ്ങളുടെ വർക്ക്ഷോപ്പ് ഇട്ടേ പണിയാൻ പറ്റും. കാര്യം എല്ലാ മെഷീനറീസ് ഒന്നും നമുക്ക് സൈറ്റിൽ കൊണ്ടുവരാൻ പറ്റില്ല, വലിയ പ്ലെയിനർ മെഷീനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് അവിടെ ഇട്ട് പണിത് നമ്മൾ സൈറ്റിൽ കൊണ്ടുവന്ന് കസ്റ്റമറുടെ അപ്രൂവൽ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ സീലർ പോലും തുറത്തുള്ളൂ. അപ്പൊ അവർക്കൊരു വിശ്വാസമുണ്ട്. എന്താണ്, ഇതിനകത്ത് വെള്ളയൊന്നുമില്ല. ഈ തടിയുടെ കാര്യത്തിൽ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞാൽ വെള്ളയാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് വന്നു കഴിഞ്ഞാൽ പോവും. പ്ലാവിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒട്ടും നിൽക്കത്തില്ല, തേക്കിന്റെ പിന്നും കുറച്ച് നാൾ നിൽക്കും. പക്ഷെ പ്ലാവ്, ആഞ്ഞിലി, ഇതൊന്നും വെള്ള ഒരിക്കലും. അതേപോലെ തന്നെ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഈ ടൈലുകൾ ഏത് കമ്പനിയാണ് ഈ വീടിന് ഉപയോഗിച്ചിരിക്കുന്നത്? ബാർമോറ എടുത്തിട്ടുണ്ട്, സൊമാനി എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ വേറൊരു കാര്യം, ഇങ്ങനെയുള്ള പ്ലാങ്സുകൾ, അതായത് ചിലപ്പോൾ നമ്മൾ ഈ തരത്തിലുള്ള ഡിസൈനുകളൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ബ്രാൻഡിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. ഫ്ലോറിങ്ങിന്റെ ടൈമിന് അപ്പം പല ബ്രാൻഡുകൾ നമ്മൾ മാറുക. അത് കസ്റ്റമറുടെ അപ്രൂവലോട് കൂടി അവർ കസ്റ്റമേഴ്സിനെ കൂടെ കൊണ്ടുപോയാൽ നമ്മൾ ഫ്ലോറിംഗ് സെലക്ട് ചെയ്യണം. അപ്പൊ ഈ നമ്മളൊരു ഡിസൈൻ കൊടുക്കുമ്പോൾ ഫ്ലോറിങ്ങിന്റെ ഡിസൈൻ അതും ഇനി നിങ്ങൾക്ക് ഫ്ലോറിങ് നമുക്കില്ല. അതിന് നാനോ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് നേരത്തെ നിന്ന പ്രൈസിങ്ങിൽ, അതായത് നേരത്തെ ഉള്ള വീഡിയോസിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. അത് സ്ക്വയർ ഫീറ്റ് പുറത്തെടുക്കുന്നതിനും ഒരു 50 രൂപ 60 രൂപ താത്ത് നമുക്ക് കൊടുക്കും. ഇപ്പം ഞങ്ങൾക്ക് തൊടുപുഴ ഒരു പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. അപ്പം അത് ഫ്ലോറിങ് കസ്റ്റമർ നേരത്തെ നോർമൽ ടൈൽ തന്നെ ഉദ്ദേശിച്ചിരുന്നത്, അല്ലെങ്കിൽ അവർ ഗ്രാനൈറ്റ് എടുക്കാം എന്നുള്ളൊരിതായിരുന്നു. ഫ്ലോറിങ് ഞങ്ങൾക്ക് അവർക്ക് പുറത്ത് പോയി അവർ പ്രൈസ് എടുത്തതിന് ശേഷം ഞങ്ങൾ പ്രൈസ് കൊടുക്കുന്നതിന് മുമ്പ് സ്വാഭാവികമായി എല്ലാവരും പുറത്ത് അന്വേഷിക്കും. തീർച്ചയായിട്ടും ഞാൻ ഇയാളെ നിർത്തിക്കൊണ്ട് തന്നെ പറയാട്ടോ, നിങ്ങൾ ഇവർക്ക് കൊടുക്കുന്നതിനോടൊപ്പം വേറെ നിങ്ങൾ പുറത്തായിട്ട് എടുക്കണം. തീർച്ചയായിട്ടും പുറത്ത് അന്വേഷിച്ച് അവർക്ക് ഏകദേശം 1.75 കുറവ് കിട്ടിയിട്ടാണ് ഞങ്ങളെ നിന്ന് സാധനം അവരെടുക്കുന്നത്. ഞങ്ങൾ ഡയറക്റ്റ് സെയിം ഐറ്റം, അതായത് ഇപ്പം ആ യെല്ലോ നാനോ കണ്ടില്ലേ, ആ വീട് ഞങ്ങൾക്ക് അടുത്ത വീഡിയോകളിൽ നമ്മൾ കാണിക്കാം. തീർച്ചയായിട്ടും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളൊരു എന്താ പറയുന്ന ഒരു കണ്ണൂർ ബ്രിക്കിൽ കെട്ടിയ ഒരു പഴയ ഒരു തറവാട് ലുക്കുള്ള ഒരു വീട്. അകത്ത് ഫുള്ള് മഡ് പ്ലാസ്റ്ററിങ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര ഭംഗിയാണ്. ആ വീടിന്റെ ഫ്ലോറിംഗ് ആണ് ഈ യെല്ലോ നാനോ. നമ്മളൊരു ലോഡ്, ഒരു ഫുൾ ടോറസ് എടുത്തത്. അപ്പം അത് നമുക്ക് കുറച്ചധികം അങ്ങനെയൊക്കെ നമ്മൾ എടുക്കുന്നത് കൊണ്ടും ഇപ്പം കസ്റ്റമേഴ്സ്, ഇപ്പം വരുന്ന കസ്റ്റമേഴ്സിന് നമുക്ക് അങ്ങനെ കുറച്ച് കൊടുക്കാൻ പറ്റിയ, നമ്മൾ ഈ ഞാനൊരു കാര്യം പറയട്ടെ, ഈ പലരും പറയും
ഈ പബ്ലിസിറ്റിക്ക് വേണ്ടി അത് ചെയ്ത് പബ്ലിസിറ്റി ഒരാൾ പറയുന്നതിനപ്പുറത്തോട്ടൊരു പബ്ലിസിറ്റി ഇനി ഏതൊരു അതെ മീഡിയയിൽ ഇല്ല. ഈ വീടുകൾ ഇപ്പം വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഈ വീടടുത്ത് വീട് പണിതും ഈ വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ട കുറെ ആൾക്കാർ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ റെഫറൻസ് ത്രൂ ആണ് ഏറ്റവും കൂടുതൽ. നമ്മൾ യൂട്യൂബിലൊക്കെ വീഡിയോ ഒക്കെ എത്രയൊക്കെ ചെയ്താലും കുറെ ആളുകൾ എനിക്ക് തോന്നുന്നു ചേട്ടൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോ ഇല്ല, ആ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോയ്ക്കകത്ത് ഞങ്ങൾ യൂട്യൂബിൽ കണ്ടിട്ടാണ് വിളിക്കുന്നത് സാർ. അതിനുശേഷം പുള്ളിയുടെ പെങ്ങളുടെ മകന്റെ വീട് ഞങ്ങൾക്ക് അവർ കംപ്ലീറ്റ് വ്യൂസ് ആണ് ഫാമിലി, അവർ ഞങ്ങൾക്ക് തന്നു. അപ്പോൾ ഡെയിലിയുള്ള വീഡിയോ അപ്ഡേഷൻസ് കാര്യങ്ങൾ ഞങ്ങൾ അത്രയും നീറ്റായിട്ടാണ് ചെയ്തു പോയത്. അത് ചെയ്തൊരു അത് കിട്ടിയൊരു 3-4 മാസം കഴിഞ്ഞപ്പോൾ അവരുടെ വേറൊരു റിലേറ്റീവിൻ്റെ വീട് ഇവിടെ പത്തനാപുരത്ത് അവിടെ അവർ ആ ഫാമിലിയുടെ കംപ്ലീറ്റ് വർക്കുകൾ ഞങ്ങളാണ് ചെയ്തു വരുന്നത്. അല്ല ഇപ്പോഴും ചെയ്യുന്നുണ്ട് ആ പ്രൊജക്റ്റുകൾ, ഇപ്പോഴും നടക്കുന്ന പ്രൊജക്റ്റുകളുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതിനകത്ത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്റീരിയറിന്റെ വാൾപേപ്പേഴ്സ് ഞങ്ങൾക്ക് സപ്ലൈ ഉണ്ട്. വാൾപേപ്പർ സപ്ലൈ ഉണ്ട്. ഡീലേഴ്സിന് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല, ഞങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാർക്ക് ഞങ്ങൾ എടുക്കുന്ന കൂട്ടത്തിൽ അവർ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എടുക്കുമ്പോൾ കസ്റ്റമേഴ്സിന് ആ ബെനിഫിറ്റും കിട്ടും. കസ്റ്റമേഴ്സിന് ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പൊ ഞങ്ങൾ എടുക്കുന്ന ബേസിക് പാക്കേജ് എടുക്കുന്നവർക്കും വീടിനകത്തവർക്ക് ആവശ്യമായിട്ടുള്ള ജർമ്മൻ ബെൽജിയം വാൾപേപ്പേഴ്സ് ഞങ്ങൾ ചെയ്തു കൊടുക്കും. ആ കോസ്റ്റിൽ പ്രത്യേകിച്ച് ഒരു കോസ്റ്റ് അഡീഷണൽ തരണ്ട. കസ്റ്റമേഴ്സിന് ലാഭമാണല്ലോ. അതെ. ഇവിടെ സീലിംഗ് ഇത് ജിപ്സം ആണോ? സീലിംഗ് ഫുള്ള് ജിപ്സം ആണല്ലേ? ഫുള്ള് ജിപ്സം സീലിംഗ് ആണ്. ഇതും കസ്റ്റമേഴ്സിന്റെ ചോയ്സ് ആണല്ലോ അല്ലേ? ഇത് കസ്റ്റമർ തന്നെ സെലക്ട് ചെയ്യുന്ന കാര്യമാണ്. ഞങ്ങളിപ്പോ ഇതിനകത്ത് ഈ പാക്കേജിനകത്ത് നമുക്ക് ലിവിങ് ഡൈനിങ് ജിപ്സം ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. പിന്നെ ബാക്കി പെയിന്റ്സും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ ഡിസൈൻ കൊടുത്താലും കസ്റ്റമർക്ക് ഒരു താല്പര്യം ഉണ്ടല്ലോ, അതിനനുസരിച്ചേ പോകത്തുള്ളൂ. സ്റ്റെയർ ഒരു ഫ്ലോട്ടിങ്ങിന്റെ ഒരു ഡിസൈൻ ആണ്. അതെ അതെ, സൈഡ് ബീം കൊടുത്തിട്ട് ചെയ്തിരിക്കുന്നത്. കൊള്ളാം, സിമ്പിൾ ഡിസൈൻ അല്ലേ? പക്ഷേ സാറിന് കണ്ടുവരുന്നതിൽ വ്യത്യസ്ത ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടുക്കളയിലോട്ട് കയറിയാലോ? അടുക്കളയെല്ലാം മിനിമലിസ്റ്റിക് ആണ്. ഇതെല്ലാം വലിയ ഡിസൈൻ മിനിമലിസ്റ്റിക് ആണ്. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കംപ്ലീറ്റ് നമുക്ക് ഹെറ്റിച്ചിന്റെ ഹിഞ്ചസും കാര്യങ്ങളും എല്ലാം ഹെറ്റിച്ചാണ്. പിന്നെ ഇത് നമ്മുടെ 1mm മൈക്കയാണ് കൊടുത്തിരിക്കുന്നത്. 0.8 അല്ല, 1mm മൈക്കയാണ്. നമുക്ക് ചെറിയ കാര്യം കേട്ടോ അത്, പക്ഷേ ഇമ്പാക്ട് വളരെ വലുതാണ്. വ്യത്യാസമുണ്ട്. പക്ഷെ ഇത് നമുക്ക് വേറെ കാര്യമില്ല, ഇതിപ്പോ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തടവി നോക്കുന്ന ടൈമിന് നമുക്കറിയാം ആ ഒരു വുഡിന്റെ ഫിനിഷിംഗ് അറിയാൻ പറ്റും. അപ്പോ ഇത് ഗ്രാനൈറ്റ് ആണ്. ഇത് ഗ്രാനൈറ്റ് ആണ്. അവർക്ക് മാഡത്തിന് അത് വൈറ്റ് വേണ്ട, ആ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ചീത്തയാവും എന്നുള്ളതുകൊണ്ട് അത് ഗ്രാനൈറ്റ് ആണ് നമ്മൾ ബെൻഡ് ചെയ്ത് മോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുക. ഓക്കെ. അപ്പോ ഇതൊക്കെയാണ് ഈ ഒരു വീടിന്റെ ഉൾഭാഗം. ഇത് കിച്ചണിനകത്ത് കൂടാതെ ഈ വർക്ക് ഏരിയക്ക് സിങ്ക് നമ്മൾ ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടില്ല. ഇവിടെ സിങ്ക് ഇല്ല. സിങ്ക് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു ഹാൻഡ് മെയ്ഡ് സിങ്ക് കൊടുത്തിട്ട്, ഇത് നാനോ ആണ്. ഇത് ഫ്ലോറിംഗ് നാനോ, 15mm നാനോ അല്ല കൊടുത്തിരിക്കുന്ന. ഇത് ഈ യൂണിറ്റുകളെല്ലാം ഇതിനകത്ത് തന്നെ എല്ലാം ഇൻക്ലൂഡഡ് ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കിച്ചണിനകത്തും ആക്സസറീസ് നമുക്കിപ്പം പ്ലേറ്റ്, പ്ലെയിന്, കപ്പാൻസർ, കട്ട്ലറി, ഒരു ഓയിൽ പുൾ ഔട്ട്, ഇതെല്ലാം വരുന്നുണ്ട്. ജസ്റ്റ് ഒരു കിച്ചൺ മാത്രം എന്നുള്ളതല്ല, ചെറുതാണെങ്കിലും അതിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ആക്സസറീസ് നമ്മൾ ആക്സസറീസ് കൂടുതൽ കൊടുക്കാറുണ്ട്. ബെഡ്റൂമില് വാർഡ്രോബ്സ് എല്ലാ ബെഡ്റൂമിലും ഉണ്ടോ? 2 ബെഡ്റൂമിലെ വാർഡ്രോബ്. അത് കസ്റ്റമർ പറഞ്ഞതനുസരിച്ച് അതിനനുസരിച്ചൊക്കെ പ്രൈസിങ്ങിലൊക്കെ ഡിഫറൻസ് വരില്ലേ? അല്ല, ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. പാക്കേജ് ഞങ്ങളിപ്പോ കൊടുക്കാൻ പറഞ്ഞിട്ട് 3 മാസമേ ആവുന്നുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു പാക്കേജ് കൊടുക്കണമെങ്കിൽ നമ്മളിൽ ഇന്റീരിയർ സംബന്ധമായിട്ടുള്ള എല്ലാ മെഷീനറീസും വേണം. ഇപ്പോഴാണ് അത് ഫുള്ളി എക്യുപ്ഡ് ആവുന്നത്. ഞങ്ങൾ ഒരു 3 മാസം ആവുന്നേ ഉള്ളൂ ഇന്റീരിയറിന്റെ എല്ലാ മെഷീനറീസും വന്നിട്ട്, മനസ്സിലായില്ലേ? അപ്പം നേരത്തേക്ക് എന്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ല, നമ്മുടെ തന്നെ കംപ്ലീറ്റ് ഫർണിച്ചറിന്റെ ഒക്കെ ഉണ്ട്. നേരത്തെ ഇന്റീരിയറിന്റെ അതും ഉണ്ടായിരുന്നു, പക്ഷെ അതിനകത്ത് ട്രേഡ് സീക്രട്ട് ഉണ്ടല്ലോ, 1-2 സാധനങ്ങൾ ഞങ്ങൾ പുതിയതായിട്ട് ഇപ്പൊ ചെയ്യുന്നുണ്ട്, ഇറക്കിയിട്ടുണ്ട്. നമുക്കിനി കസ്റ്റമർ റിവ്യൂ കഴിക്കണ്ടേ? രാഹുൽ ഈ പറഞ്ഞ കഥകളൊക്കെ സത്യമാണോ വേറെയൊക്കെ പോയിട്ട് അവിടെ വേറെ മസ്കറ്റ് പോയി കണ്ട് നമ്മളോട് തെളിയ കാര്യങ്ങളൊക്കെ തള്ളാണോ പറയാ. രാഹുൽ, നമുക്ക് എന്താ ഓണറെ പരിചയപ്പെടാം. സാറിന്റെ പേരെന്താ? എന്റെ പേര് രഞ്ജിത്ത്. മേഡം, ഇദ്ദേഹം എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞായിരുന്നു. ഇതിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അവിടെ ബഹറില് അല്ലെ, മസ്കറ്റിലോ, സോറി എപ്പോഴും മസ്കറ്റിൽ വെച്ചിട്ടാണ് അതിന്റെ ഇതൊക്കെ ഉള്ളതാണോ?
ഞാൻ ഈ വീടിന്റെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴേ യൂട്യൂബിൽ കുറെ ഇത് റിവ്യൂ നോക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് രാഹുലിന്റെ ഇത് കണ്ടത്. ഒരു ഇത് കണ്ട് അപ്പൊ നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ഇവനെ കോണ്ടാക്ട് ചെയ്തത്. കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഞാൻ വിളിക്കുന്ന എന്റെ അതേ സ്ഥലത്ത് തന്നെ മസ്കറ്റില് അവനും ഉണ്ട്. അരമണിക്കൂറുള്ള ഞങ്ങൾ കണ്ട എഗ്രിമെന്റ് ആക്കി. അരമണിക്കൂർ കൊണ്ട് തന്നെ എന്റെ ഇതിന്റെ താഴെ വന്നു, ഫ്ലാറ്റിന്റെ താഴെ വന്ന് നെക്സ്റ്റ് ഡേ നമുക്ക് എഗ്രിമെന്റ് ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഞാന് നമ്മള് ഫസ്റ്റിലെ ഒരു പ്ലാൻ ഉണ്ടല്ലോ വീട് വെക്കുമ്പോ, അങ്ങനെ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച അതേ പ്ലാനില് സെറ്റാക്കി തരികയും ചെയ്തു. സാർ സാറ്റിസ്ഫൈഡ് ആണോ? നമ്മൾ പറഞ്ഞ പ്രൈസിൽ തന്നെ നമ്മളുടെ ഈ വീടിന്റെ പണികളൊക്കെ തീർന്നോ? ഏകദേശം തീർന്നിട്ടുണ്ട് ആ പ്രൈസിൽ തന്നെ. അപ്പോ ഇവര് പറഞ്ഞ കാര്യങ്ങൾ ഈ 3D ഒക്കെ കാണിച്ചായിരുന്നല്ലോ മാഡത്തിനെ. അപ്പൊ ആ 3D ഒക്കെ കാണിച്ചത് അതേപോലൊക്കെ തന്നെയാണോ ഫിനിഷ് ആയി വന്നത്? ഞങ്ങള് ആദ്യം ഒരു ബഡ്ജറ്റ് ഇത് പറഞ്ഞായിരുന്നു. അപ്പത്തേക്ക് സ്ക്വയർ ഫീറ്റ് ഇച്ചിരി കുറവായിരുന്നു. ജനുവരി മാസം വന്നപ്പോഴത്തേക്ക് ആ സ്ക്വയർ ഫീറ്റും മെറ്റീരിയലിന്റെ ഒക്കെ പ്രൈസ് കൂടിയായിരുന്നു. അതൊക്കെ വെച്ചുകൊണ്ട് എന്നാലും നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന വിധത്തില് എല്ലാം ചെയ്ത് തന്നു. ഓക്കെയാണ്. ഇവരെ ഇപ്പം നമ്മളിപ്പം വീഡിയോ കുറെ ആളുകൾ കാണുന്നുണ്ടാവും. അപ്പൊ ഇവർക്ക് ആർക്കെങ്കിലും സജസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഓക്കെ, നമ്മളുടെ ഒരു മനസ്സിലെ പ്ലാന് കുറച്ച് ലേറ്റ് ആയാലും അത് നല്ല മറ്റുള്ളവർക്ക് ഇഷ്ടമാവുന്ന രീതിയിൽ ഇത് പണിത് കഴിയുന്നിടം വരെ നമുക്കൊരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും ലാസ്റ്റ് ഫൈനല് ഒരുപാട് പേരുടെ കമന്റ്സ് വന്ന് വളരെ നല്ലതായിരുന്നു. സാറും ഇവരെ സജസ്റ്റ് ചെയ്യുന്നു? ആളുകൾക്ക് സജസ്റ്റ് ചെയ്യാം. ഇഷ്ടപ്പെട്ടു. മറ്റുള്ളവർക്ക് ഈ വീട് കാണുന്ന വേറൊരാൾക്ക് വീട് പണിയണുണ്ട്, ഇദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. സത്യം പറഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ. കാരണം ഒരു കസ്റ്റമറുടെ യഥാർത്ഥ റിവ്യൂ ആണ് യഥാർത്ഥത്തിൽ ഒരു ഇതേപോലെ ഇവരെ പോലുള്ള ബിൽഡേഴ്സിന് വീണ്ടും വീട് കിട്ടാൻ, അല്ലെ വീട് ഒരു ഇത് കിട്ടാനായിട്ട്, പ്രൊജക്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ രാഹുലെ, ഞാൻ ഒരു കാര്യം ഒറ്റ കാര്യം ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് നിർത്താം, കാരണം ഇപ്പോൾ വീഡിയോ ലെങ്ത് ഒരുപാടായിട്ടുണ്ടാവും. രാഹുലെ, ഇപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇപ്പൊ എന്തായാലും അവർക്ക് എന്തെങ്കിലും ഒരു ഓഫറോ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുമോ? അല്ലേ, അത് ആവശ്യമല്ലേ? നിങ്ങൾക്ക് ഓഫേഴ്സ് കിട്ടിയിട്ടുണ്ടോ? 2% കേട്ടിട്ടും കൂടാണ് ഇതിലേക്ക് ചാടി. ആ 2% ആ 2% ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് കൊടുക്കാം. ഓക്കെ, ഞാൻ രാഹുലിന്റെ നമ്പരും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ പേജസിന്റെ ലിങ്കുകളും ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളത് കാണുക, എന്നിട്ട് രാഹുലിനെ വിളിക്കുക. വിളിച്ചിട്ട് നിങ്ങളുടെ സ്വപ്ന വീട് നിങ്ങൾ പറഞ്ഞു. ഓക്കെ, ശരി, ബൈ.